എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അതായത് MG യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനം ആരംഭിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി പ്രവേശനത്തിനായിട്ടുള്ള അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് MG അതായത് ഈ ഒരു cap.mgu.ac.in എന്ന വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. UG CAP അതായത് ഓണേഴ്സ് ബിരുദ ഏകജാലകം എന്നാണ് നൽകിയിട്ടുള്ളത്. അതായത് 4 വർഷത്തെ ഡിഗ്രി കോഴ്സാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് അതായത് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതായിരിക്കും. രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതായത് ഈ ഒരു MG സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ 1ാം സെമസ്റ്റർ ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള ഏകജാല പ്രവേശന പ്രക്രിയ ഉടൻ ആരംഭിക്കുന്നതാണ്. അപേക്ഷകർ തങ്ങളുടെ അക്കാദമിക വിവരങ്ങൾ, സംവരണാനുകൂല്യത്തിനായിട്ടുള്ള സാക്ഷ്യപത്രങ്ങൾ, NCC അതുപോലെ തന്നെ NSS, സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, വിമുക്ത പഠന ഡേ അല്ലെങ്കിൽ ജവാൻ ഡേ ആശ്രിതർ എന്നിവ സംബന്ധിച്ചും അതുപോലെ തന്നെ സ്പോർട്സ് കൾച്ചറൽ കോട്ട പ്രവേശനത്തിനായിട്ടുള്ള സാക്ഷ്യപത്രങ്ങളും ഭിന്നശേഷി സംവരണം സംബന്ധിച്ചുള്ള സാക്ഷ്യപത്രങ്ങളും അപേക്ഷിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തണം എന്നാണ് അതിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ഡോക്യുമെൻറ്റുകളൊക്കെ നിങ്ങൾ കയ്യിൽ കരുതുക. ഈ ഒരു അപേക്ഷ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ് എന്നുള്ളത് ഇതിൽ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇവിടെ താഴെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെ കോഴ്സുകളാണ് അതുപോലെ തന്നെ ഏതൊക്കെ കോളേജുകളിലാണ് ഉള്ളത് എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അതിനുശേഷം നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ ഉണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കി ആ ഒരു കോളേജിൻ്റെ പേരൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ സാധാരണ എല്ലാ യൂണിവേഴ്സിറ്റിയിലേക്കും അപേക്ഷിക്കുന്ന രീതിയിൽ തന്നെയാണ് അപേക്ഷ നൽകുന്നതിനുള്ള ആ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. കോളേജസ് ആൻഡ് പ്രോഗ്രാംസ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് പ്രോഗ്രാംസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകളാണ് ഈ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ വരുന്നത് എന്നുള്ളതും ആ ഒരു കോഴ്സിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്താണെന്നുള്ളതും കാണാൻ സാധിക്കും. ഇവിടെ കോളേജ് എവിടെയാണ്, അതുപോലെ ആ ഒരു കോളേജ് സെൽഫ് ഫിനാൻസ് ആണോ അല്ലെങ്കിൽ എയ്ഡഡ് ആണോ ഗവൺമെൻറ് ആണോ എന്നുള്ള ഡീറ്റെയിൽസാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ ആ ഒരു കോഴ്സിൻ്റെ അതായത് ഈ ഒരു BA ഹോണേഴ്സ് ആനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈനിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താണ് എന്നുള്ളതും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോ കോഴ്സിൻ്റെയും സ്പെസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് എന്താണ് സ്പെസിഫിക്കേഷൻ എന്നുള്ള ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ടാകും. അതുപോലെ BA ഹോണേഴ്സ് എക്കണോമിക്സ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം ഏതൊക്കെ കോളേജിലാണ് ഉള്ളത് എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതൊക്കെ കോഴ്സുകളാണ് ഇവിടെ ഉള്ളത് അത് നിങ്ങൾ നോക്കുക. നോക്കിയ ശേഷം നിങ്ങൾക്ക് കോഴ്സ് ഏത് കോളേജിലാണ് ഉള്ളത്, ആ ഒരു കോഴ്സിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താണ് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ഒരു അപേക്ഷ നൽകുക. സെൽഫ് ഫിനാൻസ് കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സാധാരണ ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകളെ േക്കാൾ കൂടുതൽ ഫീസ് ഉണ്ടായിരിക്കും ഓരോ സെമസ്റ്ററിലും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ ഏതൊക്കെ കോളേജിലാണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ മനസ്സിലാക്കിയ ശേഷം ഇവിടെ ഫീസ് സ്ട്രക്ചർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫീസ് സ്ട്രക്ചർ എന്നുള്ളതിൽ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതായത് ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് താഴെയാണ് അതിൻ്റെ ആ ഒരു ലിങ്ക് വരിക. അപ്പോൾ എയ്ഡഡ് പ്രോഗ്രാംസിൻ്റേതാണോ അൺഎയ്ഡഡ് പ്രോഗ്രാംസിൻ്റേതാണോ ഏതാണ് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ അതായത് എയ്ഡഡ് പ്രോഗ്രാംസിൻ്റേതാണ് നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഫീസ് സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര രൂപയാണ് ഈ ഒരു ഫീസ് ഇനത്തിൽ വരിക എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീസ് എത്രയാണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. അതിനുശേഷം രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് രജിസ്ട്രേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ആ ഒരു ലിങ്ക് വരിക. നിങ്ങൾ സ്വന്തമായിട്ട് അപേക്ഷിക്കുന്നതിൽ നല്ലത് അക്ഷയ വഴിയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ അപേക്ഷിക്കുന്നതാണ്. സ്വന്തമായിട്ട് അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയൊക്കെ അപേക്ഷ നൽകാൻ ശ്രദ്ധിക്കുക. ആദ്യം തന്നെ അക്കൗണ്ട് ക്രിയേഷൻ, അതുപോലെ പേഴ്സണൽ ഡീറ്റെയിൽസ് നൽകുക. അതിനുശേഷം ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫീസ് പേയ്മെൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുക. അതുപോലെ ഫൈനൽ സബ്മിഷൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു റിസർവേഷൻ ഡോക്യുമെൻറ്റുകളും അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ
സിഗ്നേച്ചർ ഇതുപോലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു റിസർവേഷൻ്റെ ആ ഒരു ഡോക്യുമെൻറ്റുകൾ, അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ EWS, അതുപോലെ തന്നെ കാസ്റ്റ് കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഇതുപോലുള്ള ഡോക്യുമെൻറ്റുകളൊക്കെ നിങ്ങൾ തയ്യാറാക്കി വെച്ച ശേഷം മാത്രം ഈ ഒരു അപേക്ഷ സമർപ്പിക്കുക. ഈ ഒരു അപേക്ഷയുടെ പ്രോസ്പെക്ടസ് ഒന്നും വന്നിട്ടില്ല, പക്ഷെങ്കിൽ ഈ ഒരു അപേക്ഷ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ നൽകാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ഇൻസ്ട്രക്ഷൻസ് നൽകിയിട്ടുണ്ട്, അതായത് ഈ ഒരു എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് ഇതെങ്ങനെയാണ്, അതായത് ഡൗൺലോഡ് ചെയ്യാനാണോ അല്ലെങ്കിൽ അതായത് ഇവിടെ ആ ഇൻസ്ട്രക്ഷൻസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ചില, അതായത് ഇതിപ്പോൾ 2023 ആ ഒരു ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഫൈൽ രജിസ്ട്രേഷനെ സംബന്ധിച്ചുള്ളതും അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസും ഇതിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഇത് വായിച്ച് നോക്കിയാൽ തന്നെ ഒരു ഉപകാരപ്രദമായിരിക്കും. അതായത് മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവയൊക്കെ ആവശ്യമാണ്. അതുപോലുള്ള ഡീറ്റെയിൽസൊക്കെ ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈ ഒരു സ്പോർട്സ് കോട്ട ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസും കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡീറ്റെയിൽസ് വായിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു അപേക്ഷ സംബന്ധിച്ചുള്ള സംശയങ്ങൾ മാറുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പ്രോസ്പെക്ടസ് ഈ ഒരു വെബ്സൈറ്റിൽ വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്, കാരണം ഇവിടെ പ്രോസ്പെക്ടസ് ഒന്നും കാണുന്നില്ല. അപ്പോൾ ഈ ഒരു അപേക്ഷ ഓൾറെഡി ഇപ്പോൾ അതായത് ഈ ഒരു രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ പ്രോസ്പെക്ടസ് വന്നു കഴിഞ്ഞാൽ റിസോഴ്സ് എന്നുള്ള ഭാഗത്താണ് സാധാരണ ഇതിൽ കാണേണ്ടത്. അപ്പോൾ ഇവിടെ പ്രോസ്പെക്ടസ് ഒന്നും നിലവിൽ പബ്ലിഷ്ഡ് ആയിട്ട് കാണുന്നില്ല. അപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വെബ്സൈറ്റിൽ അതിൻ്റെ ആ ഒരു നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് എന്നാണ് എന്നുള്ളതും കറക്റ്റായിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ സൂചിപ്പിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു അപേക്ഷ നൽകുന്നുണ്ടെങ്കിൽ വളരെ അധികം ശ്രദ്ധാപൂർവം ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു അപേക്ഷ സംബന്ധിച്ചുള്ള പ്രോസ്പെക്ടസ് ഒക്കെ ഉടൻ വരുന്നതായിരിക്കും. കാരണം ഈ ഒരു അപേക്ഷയുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്, അതായത് ഈ ഒരു അപേക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഇന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോസ്പെക്ടസ് ഉടൻ തന്നെ, അത് നാളെയോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ ഈ ഒരു വെബ്സൈറ്റിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത് 4 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാമാണ്. അപ്പോൾ ഇതിന് അപേക്ഷിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.